കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ്റെ പിറന്നാൾ ആഘോഷത്തിന് വേണ്ടി എംപിമാരെല്ലാവരും പങ്കെടുക്കണം എന്ന നിർദ്ദേശം പോകുന്നു. എംപിമാർ പങ്കെടുക്കുന്നു. പിറന്നാൾ ആഘോഷത്തിൻ്റെ ചിട്ടവട്ടങ്ങൾക്കെല്ലാം ശേഷം നമ്മളിനി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്യുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതീവ സുരക്ഷാ മേഖലയായ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുകയാണ്. പ്രധാനമന്ത്രിയുടെ വസതിയിലെ ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് കുട്ടിക്കാലം മുതൽ തന്നെ അറിയുന്ന ആളാണ് രാഹുൽ ഗാന്ധിജി എന്നതിൽ നമുക്കാർക്കും സംശയമില്ല. ആ പ്രദേശത്തേക്ക് സമ്മതമില്ലാതെ, അനുവാദമില്ലാതെ സുരക്ഷാ ക്രമീകരണങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രകടനം അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ഈ ഒരു പ്രവർത്തനത്തിലൂടെ രാഹുൽ ഗാന്ധിജിയുടെ ഈ വിഷയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സമീപനത്തിൻ്റെ ആത്മാർത്ഥതയെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ദുരൂഹമാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. കാരണം തൊട്ടുമുമ്പ് കുറേ ദിവസം അജ്ഞാതവാസത്തിലായിരുന്നു വിദേശയാത്രയുടെ പേരിൽ. അതിനുശേഷം തിരിച്ചു വന്നതിന് ശേഷമാണ് അദ്ദേഹം ഈ തരത്തിലുള്ള ഒരു സമരമുറ സ്വീകരിച്ചത്. അത് കണ്ടപ്പോൾ നമുക്ക് ഓർമ്മ വന്നത് ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് പരിസരത്ത് തീയിട്ട സംഭവങ്ങളൊക്കെ നടന്ന ചില സമരമുറകളെക്കുറിച്ചാണ്. അപ്പോൾ ഇതുപോലൊരു സാഹചര്യം ഭാരതത്തിൽ സൃഷ്ടിക്കാൻ, അരാജകത്വം സൃഷ്ടിക്കാൻ, ജനങ്ങളുടെ സുരക്ഷിതത്വ ബോധത്തെ തകരാറിലാക്കാൻ, നമ്മുടെ സംവിധാനങ്ങളോടുള്ള വിശ്വാസ്യത തകർക്കാനൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് അതിനെ കാണാൻ സാധിക്കുക.